നമസ്കാരം. 425 ദിവസങ്ങളാവുകയാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ട്. 2025 പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളോടെയും ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരു പ്രേക്ഷകന്റെ അഭിപ്രായത്തോടെ ഇന്നത്തെ സെയിലിംഗ് കമന്ററി നമുക്ക് തുടങ്ങാം. സബിൽ രാജ് എന്ന് തോന്നുന്നു പേര്, സബിൽ രാജ്. നാളെ പുരോഗമന വാർത്തകൾ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. എല്ലാ ദിവസവും പുരോഗമന വാർത്തകൾ അവതരിപ്പിക്കാനാണ് താല്പര്യം. പക്ഷേ ഈ പുരോഗമന വാർത്തകൾ എവിടെ നിന്ന് കിട്ടും? നമുക്ക് നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച്, തുറമുഖത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ പരിസര പ്രദേശത്തെ വികസനങ്ങളെക്കുറിച്ച്, ഇൻലൻഡ് ഏരിയ, കാച്ച്മെൻ്റ് ഏരിയ, എന്തെങ്കിലും നടന്നാലല്ലേ നമുക്ക് പുരോഗമന വാർത്തകൾ പറയാൻ പറ്റൂ. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പല പത്രങ്ങളും ചില മാധ്യമങ്ങളും പറയുന്നത് പോലെ ഇല്ലാ കഥകൾ മെനയാൻ പറ്റുമോ? നാളെ നമുക്ക് നാട്ടുകാരെ കാണേണ്ടതല്ലേ. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം തന്നെ, തുറമുഖത്തെ സംബന്ധിച്ച പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ആദ്യം തന്നെ അവതരിപ്പിക്കാൻ സെയിലിംഗ് കമന്ററി എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇന്നും വളരെ പുരോഗമനപരമായ വാർത്ത തന്നെയാണ് ആദ്യം നൽകുന്നത്. കഴിഞ്ഞ മാസത്തേക്കാൾ, നവംബർ മാസത്തേക്കാൾ വളരെയധികം പുരോഗതി നമ്മുടെ പോർട്ടിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ കാര്യം, കപ്പലില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 31 ദിവസവും നമ്മുടെ തുറമുഖത്ത് കപ്പലുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അത് 2 കപ്പലുകളായിരുന്നു. അത് സംബന്ധിച്ച വിശദമായ കണക്കുകൾ നവംബർ മാസവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഡിസംബർ മാസം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വിശദമായ കണക്കാണ്, വസ്തുതകളാണ് ഇനി നൽകുന്നത്. വലിയ വളർച്ചയാണ് ഡിസംബർ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. നവംബർ മാസം ആകെ 29 കപ്പലുകൾ വന്ന സ്ഥാനത്ത് ഡിസംബറിൽ അത് 39 ആകുമെന്നുള്ള അവസാന നിമിഷ കണക്കുകൂട്ടലും നോക്കിയിരിക്കുന്നു. അപ്പോഴും വിവിയാന പുറത്ത് തന്നെ നിൽക്കുന്നത് കാരണം 38 കപ്പലുകളാണ്. അപ്പോൾ 9 കപ്പലുകളുടെ വർധനവാണ് നവംബർ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിസംബർ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ വലിയ വളർച്ചയാണ്. 9 കപ്പലുകൾ കൂടുതൽ വന്നു എന്നുള്ളതും, അതിൽ കൂടുതലും മദർ വെസലുകളായിരുന്നു. അപ്പോൾ 2 മാസങ്ങളുമായിട്ടുള്ള താരതമ്യത്തിൽ ഡിസംബർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോർട്ടിൻ്റെ യൂട്ടിലൈസേഷൻ, സമയം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, കപ്പലുകൾ ബർത്തിൽ തങ്ങിയ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 68.62% സമയം കപ്പലുകൾ വാർഫിലുണ്ടായിരുന്നു, ബർത്തിലുണ്ടായിരുന്നു. ഏകദേശം 70% സമയം ഉപയോഗപ്പെടുത്തിയാൽ പോർട്ട് ലോക നിലവാരത്തിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മുഴുവൻ കണക്കുകളുമല്ല, വാർഫിൽ മാത്രം കണക്കാണ്. കപ്പലുകൾ അടുത്ത സമയം മാത്രം വെച്ചുകൊണ്ടാണ് ഈ ഒരു 68.62%. ബാക്കിയുള്ള വിശദമായ കണക്കുകളൊക്കെ അദാനി ഗ്രൂപ്പിനെ പുറത്തുവിടാൻ പറ്റുകയുള്ളൂ. കപ്പലുകൾ വന്നതും പോയതും ആ സമയം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് പോർട്ടിൻ്റെ ഡിസംബർ മാസത്തെ പ്രവർത്തനം 68.62%. അതുതന്നെയും ഒരു ആഗോള നിലവാരത്തിൽ വളരെ മികച്ച പ്രകടനമാണ്. അങ്ങനെ ഡിസംബർ മാസം നമുക്ക് എന്തുകൊണ്ടും നല്ല സൂചനയാണ്. ജനുവരി മാസത്തിൽ 2 കപ്പലുകൾ വാർഫിലുണ്ട്. ജനുവരി തുടങ്ങുമ്പോൾ ടൈഗർ എഫ്, നൈറോബി 10 2 കപ്പലുകൾ, ഒരു മദർ വെസലും ഫീഡർ വെസലും നമ്മുടെ വാർഫിലുണ്ട്. MSC വിവിയാന എന്ന് പറയുന്ന 400 മീറ്ററുള്ള ജൈജാൻറ്റിക് കപ്പൽ പുറംകടലിൽ കാത്തുകിടപ്പുണ്ട്. അങ്ങനെ 3 കപ്പലുകളുടെ സാന്നിധ്യത്തിലാണ് 2025 നമുക്ക് പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശുഭകരമായതായിരിക്കും ജനുവരിയും തുടർന്നുള്ള മാസങ്ങളും. ഗേറ്റ് തുറക്കുന്നതോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുവാൻ നമ്മുടെ പോർട്ടിന് കഴിയട്ടെ എന്നുള്ള ആശംസയാണ് ഈ സമയത്ത് നേരുവാനുള്ളത്. 2025 മുഴുവനും, അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുവാൻ നമ്മുടെ പോർട്ടിന് കഴിയട്ടെ എന്നുള്ള ആശംസയാണ് ഈ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. സെയിലിംഗ് കമന്ററി മാത്രമല്ല, സെയിലിംഗ് കമന്ററിയുടെ സ്ഥിരം പ്രേക്ഷകർ നിരവധിയുണ്ട്.
ആ പ്രേക്ഷകർ നൽകുന്ന പിന്തുണ, വിമർശനം, അവർ നൽകുന്ന വിമർശനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ പോർട്ട് പരാജയപ്പെടണം, തകരണം എന്ന ആഗ്രഹമുള്ള ചില പ്രേക്ഷകരുമുണ്ട്. അവരും സ്ഥിരമായി സെയിലിംഗ് കമന്ററി കാണുകയും കമന്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ നിരീക്ഷണങ്ങളെയും പ്രതികരണങ്ങളെയും കാര്യമാക്കുന്നില്ല. അവർ ഈ പോർട്ട് വരാതിരിക്കാനും ഇനി മുന്നോട്ടുള്ള പോക്കിന് എങ്ങനെ തടസ്സമുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് അവരുടെ ആഗ്രഹവും അവരുടെ പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അല്ലാതെയുള്ള പ്രേക്ഷകരുടെ എല്ലാ അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതായി തന്നെ സെയിലിംഗ് കമന്ററി കണക്കാക്കി അതനുസരിച്ച് പ്രതികരിക്കുവാനും കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യുവാനും 2025 ശ്രമിക്കും. ഇവിടെ മറ്റൊരു പുരോഗമന വാർത്തയാണ്, നെഗറ്റീവ് അല്ല. എല്ലാ വാർത്തകളുടെ പിന്നിലും ഒരു പുരോഗമന സ്വഭാവം ഉണ്ടാവും. കാരണം ഇത് നമ്മുടെ തുറമുഖം, നമ്മുടെ നാട്, നമ്മുടെ ഭാവി, നമ്മുടെ കുട്ടികൾ, ഇവരുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ വിമർശനം നടത്തുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ LDFനെ സ്ഥിരമായി വിമർശിക്കുക, UDFനെ സ്ഥിരമായി വിമർശിക്കുക, BJPയെ സ്ഥിരമായി വിമർശിക്കുക, അങ്ങനെയില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വിമർശനവും നടത്തുന്നത്. സത്യസന്ധമല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ, വിമർശനങ്ങളാണെങ്കിൽ അത് പിൻവലിക്കുവാനും മാറ്റുവാനും മാപ്പ് പറയുവാനും സെയിലിംഗ് കമന്ററിക്ക് യാതൊരു മടിയുമില്ല. ഇതായിരുന്നു കഴിഞ്ഞ 30-35 വർഷത്തെ മാധ്യമപ്രവർത്തനത്തിൽ എടുത്ത നിലപാട്. അതിൽ ഒരു വെള്ളവും ചേർക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ തന്നെ പോകുന്നു. അതുകൊണ്ടാണ് അടുത്തൊരു സ്റ്റോറിയും നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷേ അത് നെഗറ്റീവല്ല, അത് പോസിറ്റീവാക്കാൻ ശ്രമിക്കുകയാണ്. എയർ കേരള വിമാന സർവീസ് മേയിൽ തുടങ്ങുമെന്ന് പ്രതീക്ഷ. ഇന്നലത്തെ നമ്മൾ ഈ സാഹചര്യങ്ങളിൽ നിന്നാണ് ഓരോ ദിവസത്തെയും കണ്ടന്റ് കണ്ടെത്തുന്നത്. അല്ലാതെ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ന്യൂഡൽഹിയിലെ നായകനെ പോലെയല്ല. നമ്മുടെ പരിസരങ്ങളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നൊക്കെയാണ് ഓരോ കണ്ടന്റ് കണ്ടെത്തുന്നത്. അങ്ങനെ ഇന്നലത്തെ പത്രം റിപ്പോർട്ട് ചെയ്താണ് എയർ കേരള വിമാന സർവീസ് മേയിൽ തുടങ്ങുമെന്ന് പ്രതീക്ഷ. വളരെ നല്ല കാര്യം. ആ പേരിൽ ഒരു വിമാന കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓരോ കേരളീയൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അഭിമാനിക്കണം. കഴിഞ്ഞ വർഷമാണ് സെറ്റ് ഫ്ലൈ ഏവിയേഷൻസ് എയർ കേരള ഡൊമൈൻ സ്വന്തമാക്കിയത്. അപ്പോൾ കമ്പനിയുടെ പേര് വേറൊന്നാണ്, സെറ്റ് ഫ്ലൈ ഏവിയേഷൻസ് എന്നാണ് കമ്പനിയുടെ പേര്. പക്ഷെ അവര് ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവരുടെ ബ്രാൻഡ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുവാനും ആഗോളതലത്തിൽ അല്ലെങ്കിൽ പോലും NRKs മലയാളികളുടെ ഇടയിലെങ്കിലും പെട്ടെന്ന് അംഗീകാരം നേടുവാനുമാണ്, മാർക്കറ്റ് പിടിക്കുവാനാണ് അവർ എയർ കേരള എന്ന് പറയുന്ന പേര്, ഡൊമൈൻ നെയിം സ്വന്തമാക്കിയത്. ഇത് തന്നെയാണ് സെയിലിംഗ് കമന്ററിയും അല്ലെങ്കിൽ സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രാൻഡ് നെയിം നമ്മുടെ തുറമുഖത്തിനും വേണം. അത് ഏറ്റവും നല്ലത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്നുള്ള പേരാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള വെപ്പൺസ് ആണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്വകാര്യ കമ്പനി ഒരു സംസ്ഥാനത്തിന്റെ പേരെടുത്ത് ഉപയോഗിക്കുന്നതിൽ ഒരു അപാകതയുമില്ല. അങ്ങനെ ഉപയോഗിക്കണം. അവരുപയോഗിച്ച അതിന്റെ മാനേജ്മെന്റിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. കേരള ഗവൺമെന്റ് കുറെ നാൾ മുമ്പ് എയർ കേരള എന്ന് പറഞ്ഞൊരു സർവീസ് തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. ഇത് സ്വകാര്യ കമ്പനിയാണ്. സ്വകാര്യ ആയാലും പൊതുമേഖല ആയാലും വളരെ നല്ല കാര്യമായിട്ടാണ് എയർ കേരള എന്ന പേര് ആരുപയോഗിച്ചാലും അതിനെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിന് യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും കഴിയുമ്പോൾ, അടുത്ത മെയ്യിലാണല്ലോ അവരുടെ സർവീസ് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അതേ ഒരു താരിഫ്, അതേ ഒരു ബെഞ്ച് മാർക്ക് എന്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആ വിമാന കമ്പനിയെ കുറിച്ചിട്ടുള്ള നേരത്തെയുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് വായിച്ചു പോകാം. എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് ആരംഭിക്കാൻ കൊച്ചി ആസ്ഥാനമായ കമ്പനിക്ക് അനുമതി ലഭിച്ചതായി ഉടമകൾ പറയുന്നു. ടൂറിസം ഉൾപ്പെടെ മലബാറിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ നടത്തും. ഇത് സംബന്ധിച്ച് കണ്ണൂർ വിമാനത്താവള കമ്പനിയുമായി എയർ കേരള ധാരണാപത്രം ഒപ്പിട്ടു. എയർ കേരളയുമായുള്ള സഹകരണത്തോടെ കിയാൽ പുതുവർഷത്തിൽ, കിയാൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, കിയാൽ പുതുവർഷത്തിൽ വലിയ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് ഇതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. കണ്ണൂർ വിമാനത്താവളവും എയർ കേരളയും മലബാറും ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് വളരണം. അതിനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം. പക്ഷെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്നുള്ള പേര് പറയുമ്പോൾ അതിനോട് യാതൊരു പ്രതികരണവും കാണിക്കാത്തവർ ഈ മലബാർ, കൊച്ചി ആസ്ഥാനം,
കണ്ണൂർ വിമാനത്താവളം എന്നൊക്കെ വരുമ്പോൾ അതിനെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സംശയമുണ്ട്. ഇതൊരു കൊച്ചി ആസ്ഥാനമായ കമ്പനി ആയതുകൊണ്ട്, മലബാറിന്റെ വളർച്ചയായതുകൊണ്ട്, കണ്ണൂർ വിമാനത്താവളത്തിന്റെ വളർച്ചയായതുകൊണ്ട് എയർ കേരള എന്നുള്ള പേർ അവർക്ക് ഉപയോഗിക്കാം. അതേ നയം, അതേ ഒരു താരതമ്യം എന്തുകൊണ്ട് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ഇവിടെ അവർ എയർ കേരള ഡൊമൈൻ സ്വന്തമാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡൊമൈൻ സ്വന്തമാക്കാമല്ലോ. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്ന ഡൊമൈൻ സ്വന്തമാക്കി അവിടെ ഇരിക്കുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവിടെ ഇരുന്നോട്ടെ. കരാറപ്പെട്ടിരിക്കുന്ന കമ്പനി അത് തന്നെയാണ്, ഒരു വിരോധവുമില്ല, അത് തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷെ പോർട്ടിന്റെ പേര് ഡൊമൈൻ നെയിമായിട്ട് എന്തുകൊണ്ട് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് സ്വീകരിക്കുന്നില്ല എന്നുള്ള സംശയം വരുന്നത് ഇത്രയും കാര്യങ്ങൾ വായിച്ചപ്പോഴാണ്. കൊച്ചിക്കും മലബാറിനും കണ്ണൂരിനും ഒരു നയം, തലസ്ഥാനത്തിന് വേറൊരു നയം ആണോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ണൂർ സർക്കാരാണ്, കേരള സർക്കാരല്ല, കണ്ണൂർ സർക്കാർ. ഇത്തരം റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇത് കേരള സർക്കാർ ആകണമെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടിന് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പേര് നൽകി തങ്ങളുടെ സംശുദ്ധത, തങ്ങളുടെ സമത്വം ലോകത്തോട് പറയണം, ഇന്ത്യയോട് പറയണം, കേരളത്തോട് പറയണം. വീണ്ടും ഒരു കത്താണ്. ആദ്യത്തെ ഒരു കത്ത് കഴിഞ്ഞത് രണ്ടാമത്തെ കത്ത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആ കത്തുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, വായിക്കണം, പഠിക്കണം. അനൂപാണ് എഴുതുന്നത്. ഇന്നത്തെ വീഡിയോ തന്നെ സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോയെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ തന്നെ സംസാരിക്കുന്നുണ്ട് ഓരോ നാട്ടിലെ അവസ്ഥകളും സാഹചര്യങ്ങളും. അത് പരിഗണിക്കാതെ ചൈനയിലെയും സിംഗപ്പൂരിലെയും വൻകിട തുറമുഖങ്ങളെ കാണിച്ച് പോളിസി മേക്കിംഗ് പോലും സ്വന്തം ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റിലെ ഒരു തുറമുഖത്തെ താരതമ്യം ചെയ്ത് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന് കുറെ നാളായിട്ട് മനസ്സിലായിട്ടില്ല. താങ്കൾ തന്നെ ഇപ്പോൾ കോസ്റ്റാറിക്കയിലെ ഒരു പോർട്ടിന്റെ കാര്യം പറഞ്ഞു. അത് ആ രാജ്യത്തിന്റെ ഗതികേടാണ്. എന്തെങ്കിലും ഇക്കണോമിക്കായിട്ട് നല്ല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ പോലും എങ്കിലും ഉണ്ടാക്കിയെടുത്തേനെ. ഇന്നലെ അവതരിപ്പിച്ച കോസ്റ്റാറിക്ക അവരൊരു ജെട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടിനോടുള്ള അനൂപിന്റെ പ്രതികരണമാണ്. ഈ പ്രതികരണം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം നമുക്കും ഒരു കഴിവുമില്ല, നമ്മൾ മറ്റൊരു കോസ്റ്റാറിക്കയാണ്, ചൈനയെയും സിംഗപ്പൂരുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കേരളത്തിനോ ഇന്ത്യക്കോ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെ ഞാൻ വളരെ എളിമയോടെ, വളരെ താഴ്മയോടെ അദ്ദേഹത്തോട് ചില ചരിത്ര വസ്തുതകൾ പഠിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ലോഥൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഗുജറാത്തിൽ. ലോകത്തിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല, ഡോക്യാർഡ്. അവിടെ തുടങ്ങി വാസ്കോഡി ഗാമയെ മലബാറിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വഴികാട്ടി കൊടുത്തത് കാഞ്ചിമലം എന്ന ഇന്ത്യക്കാരനാണ് എന്നുള്ള ചരിത്രം ഉൾപ്പെടെ. മാഡിസൺ ചാർട്ട് എന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ ലോകത്തിലെ 1-ാം സാമ്പത്തിക ശക്തിയായി നിലനിന്ന് ഏകദേശം 10 നൂറ്റാണ്ടോളം GDP ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിന്ന മാഡിസൺ ചാർട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വർഷം അവസാനം, അദ്ദേഹത്തിന്റെ പേരിന്റെ ഉച്ചാരണം എനിക്കറിയില്ല, വില്യം ഡാൽറിംബ് ആണെന്ന് തോന്നുന്നു, ഇന്ത്യയുടെ പൈതൃകം, ഇന്ത്യയുടെ കപ്പലോട്ട ചരിത്രം എല്ലാം എഴുതിയ ഈ ചരിത്രം വായിക്കുമ്പോൾ ചൈനയും സിംഗപ്പൂരും ഒന്നുമല്ല ഇന്ത്യയുടെ മുമ്പിൽ, പഴയ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അനൂപ് പറഞ്ഞ കത്തൊക്കെ ശരിയാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും മികച്ചൊരു പാരമ്പര്യത്തിന്റെ ഒസ്യത്ത് പേറുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ജീനുകളും. അവിടെ ഒരു കാര്യം കൂടി, ഇന്നലെ വായിച്ച ഒരു ലേഖനത്തിലെ ഒരു വരി കൂടി വായിക്കാം. In order to take control over Indian economy, the British decided to destroy Indian manufacturing. They achieved this partly by destroying Indian shipping and taking full control over the imports and exports using sea routes. Amitabh Kumar, former DG Shipping. DG Shipping എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ്. അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിലെ 2 വരികളാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് കപ്പലോട്ട രംഗത്തും കടലിലും ഒക്കെ വലിയ മുന്നേറ്റം നടത്തിയിരുന്ന ഒരു രാജ്യമാണ്. ബോധപൂർവം ബ്രിട്ടീഷുകാർ അവരുടെ
ആധിപത്യ കാലയളവിൽ ഇന്ത്യയുടെ ഇത്തരം എല്ലാ ശക്തികളും തകർക്കുവാൻ അവർ ബോധപൂർവം ശ്രമിച്ചു. എന്തിനു വേണ്ടിയാണ്? സെലിംഗമിന്റെ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹു കോൺകേർഡ് ദ സീ ഹാവ് അൾട്ടിമേറ്റ്ലി കോൺകേർഡ് ദ വേൾഡ്. കടലിൽ ആധിപത്യം നേടിയവർ ലോകം കീഴടക്കും, ലോകത്തിലും ആധിപത്യം നേടും. അങ്ങനെയുള്ള ബ്രിട്ടീഷ് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ തകർക്കുവാൻ അവർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ പിന്നോട്ടടിക്കപ്പെട്ടത്. ഇന്ന് ചൈന 70% കപ്പൽ നിർമ്മാണം നടത്തുമ്പോൾ ഇന്ത്യയുടേത് ലെസ് ദാൻ 1%, 1% പോലുമില്ല. ആ അവസ്ഥയിൽ നമ്മളും കോസ്റ്റാറിക്ക പോലെയാണ് എന്ന് പരിതപിച്ചിരിക്കുകയാണോ വേണ്ടത്, അതോ പുതിയ മുന്നേറ്റങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഊർജം വലിച്ചെടുത്ത് വളരുകയാണോ വേണ്ടത്? ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.